ഹായ് ഗായ്സ്, അപ്പോൾ കാലത്ത് തന്നെ നമ്മുടെ ചെക്കൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വല്യമ്മയുടെ വീട്ടിലേക്ക് പോകണം പോക്കാം. വണ്ടിയുടെ ഷോക്ക് അപ്പോൾ മറ്റുള്ള പരിപാടിയിലാണ് വന്നേക്കണം നമ്മൾ. അപ്പോൾ ഇങ്ങനത്തെ തരികട പരിപാടിയൊക്കെ അപ്പോൾ നമ്മുടെ ചേട്ടനറിയാം. അങ്ങനെ നമ്മൾ പണി തുടങ്ങി. ഹാൻഡിലും ടയറൊക്കെ ഊരി വെച്ചു. അപ്പോൾ നമ്മുടെ ഷോക്കപ്പ് കണ്ട ഇത്ര ബെൻഡുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ മാറ്റണേ. അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇനി ഷോക്കപ്പ് ആവശ്യമില്ല. അപ്പോൾ അത് നമുക്ക് കൊണ്ട് കൊടുക്കണം. ഞാനും എന്തും കൂടി അതങ്ങനെ കൊണ്ട് കൊടുത്ത് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടാ. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ വണ്ടി കഴുകാനുള്ള പരിപാടിയാണ്. വണ്ടി കഴുകി കഴിഞ്ഞപ്പോഴാണ് നന്ദു ശ്രീ കൂടി നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മള് വണ്ടിമൊക്കെ കയറിയിരുന്നിട്ട് സ്റ്റാർട്ടാക്കിയിട്ട് അങ്ങനെ അവർക്ക് ഡ്രസ്സ് എടുക്കാൻ പോണപ്പോക്കെ വല്യമ്മയുടെ വീട്ടിൽ പോയിട്ട് ചേട്ടനെയും കൊണ്ട് വേണം പോകാൻ, അല്ലെങ്കിൽ ഞാൻ നല്ല പോസ്റ്റ് ആവും. അങ്ങനെ നമ്മൾ ചേട്ടനെയും കൊണ്ട് ഡ്രസ്സ് എടുക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടാ. അങ്ങനെ ആദ്യം അവൾക്ക് ഡ്രസ്സ് നോക്കണമെന്ന് പറഞ്ഞിട്ട് അവളുടെ ഭാഗത്തേക്ക് വന്നേക്കുക. അപ്പൊ നമ്മുടെ ചെക്കണ്ട് കലക്കം പാൻറ്റൊക്കെ എടുത്തിട്ട് കാണിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചേരൊക്കെ ഇവിടെ വന്നിട്ട് വണ്ടിയിൽ ഹാൻഡിൽ മേടിക്കാൻ വന്നേക്കുക. ഷോർട്ട് ബാർ ഹാൻഡിലാട്ടപ്പോൾ മേടിച്ചേക്കണേ. ഹാൻഡിൽ കിട്ടേണ്ട സന്തോഷത്തിൽ നമ്മൾ നിറഞ്ഞേണ്ടി കുടിക്കാൻ നിർത്തിയിട്ടുണ്ടായി. പിന്നെ ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് ഹാൻഡിൽ മാറ്റാനുള്ള പരിപാടിയില്ല. ഷോർട്ട് ബാർ ഹാൻഡിൽ വെച്ചു. ഷോർട്ട് ബാർ ഹാൻഡിൽ വെച്ച കാരണം പഴയ ഹാൻഡിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകണം. അങ്ങനെ നമ്മൾ ചേട്ടൻ്റെ വണ്ടി എടുത്ത് പഴയ ഹാൻഡിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതായിട്ട് നമ്മൾ ഷോർട്ട് ബാർ ഹാൻഡിൽ വെച്ചിട്ടുള്ള ലുക്ക് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോളൂ.